11-ാം തീയതി ഫെബ്രുവരി 11 ആണ് നമ്മുടെ ഇനോഗ്രേഷൻ. ഇന്നലെ കണ്ടത് തന്നെയല്ല ഇന്നലെ അതെ കാല് കെട്ടിയേക്കാൻ നീരുണ്ട്, അല്ലെങ്കിൽ ആൾക്കാർ അപ്പൊ ആ 10 മണിക്കുള്ളിൽ തന്നെ ആദ്യ വിൽപ്പന നമ്മുടെ ഷോപ്പിന്റെ ഡ്രസ്സ് തന്നെയാണ് കേട്ടോ. അത് കണ്ട എല്ലാവരും വന്നവരൊക്കെ ഡ്രസ്സ് എടുത്തു. അവൾ ഇത് ഇട്ട് കണ്ടപ്പോ ഇന്ന് വന്ന കുറെ പേര് ഇത് തന്നെ ചോദിച്ചിട്ട് ഈ പ്രസ്ഥാനം വളർന്ന് പന്തലിച്ച് വരട്ടെ. അങ്ങനെ കംപ്ലീറ്റ് ഇന്റീരിയർ വർക്കൊക്കെ കഴിഞ്ഞ് ഇന്ന് നമ്മുടെ സജീവേട്ടന്റെ ഹൈഫൈ ടീം വന്നിട്ട് ഡീപ്പ് ക്ലീൻ ചെയ്തു. അവര് മൊത്തം ആലുവിന്റെ ടീം ഇന്റീരിയർ കഴിഞ്ഞപ്പോൾ ക്ലീൻ ചെയ്തതാണ്, എന്നാലും പൊടി ഉണ്ടാവും. അപ്പോൾ അവർ വന്ന് കംപ്ലീറ്റ് സോപ്പിട്ട് വാഷൊക്കെ ചെയ്ത് എല്ലാവരുടെയും ക്ലീൻ ആക്കി. അപ്പം ഇങ്ങനെയാണ് ലുക്ക് കേട്ടോ. കണ്ട ഇത് ഡ്രസ്സുകൾ കൊളത്തിടാനുള്ള സ്റ്റാൻഡുകളാണ്, റാക്കുകൾ അങ്ങനെ എല്ലാം വെച്ചു. അപ്പോൾ ഇതേ കമ്പ്യൂട്ടർ ബില്ലിങ് കാര്യങ്ങൾ അതൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് വന്നേക്കാണ് അതിൻ്റെ ടീം. എന്നിട്ട് ഞങ്ങൾക്ക് പഠിക്കണം, ഇനി കാര്യങ്ങൾ പഠിക്കണ്ടേ, ഈ ബില്ലിങ്ങും കാര്യങ്ങളൊക്കെ. അപ്പം അത് പഠിക്കണം. എല്ലാ സാധനങ്ങളും എത്തി. ബോംബെയിൽ നിന്ന് സൂറത്തു നിന്നും പർച്ചേസ് ചെയ്ത ഡ്രസ്സും ഒരു ഐറ്റം ഒഴിച്ച് ലേഡീസ് ജീൻസ് ഉണ്ട്, അതൊഴിച്ച് ബാക്കി എല്ലാം ഇതെത്തി. അത് മാത്രം എത്തിയിട്ടില്ല. അപ്പം ഇനിയുണ്ട് ഞങ്ങൾക്ക് പണി. കാരണം അത് ഓരോന്നും റേറ്റ് ഇട്ട് ഞങ്ങളുടെ ടാഗൊക്കെ ഒട്ടിച്ച് എല്ലാതും ഇവിടെ അറേഞ്ച് ചെയ്യണമല്ലോ. അതാണ് ഇനി ആകെ ഇന്നിപ്പോൾ വ്യാഴാഴ്ചയായി. അടുത്ത ബുധനാഴ്ച 11-ാം തീയതി ഫെബ്രുവരി 11 ആണ് നമ്മുടെ ഇനോഗ്രേഷൻ. അപ്പോഴത്തേക്കും എല്ലാം സെറ്റാക്കണം. 2 സ്റ്റാഫിനെ കിട്ടി. ഒരു കുട്ടി ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ്, പിന്നെ ഒരാൾ അഞ്ചേരിയിലാണ്, അങ്ങോട്ടാണ്. അപ്പോൾ അങ്ങനെ 2 പേര് മതി ഇപ്പോൾ തൽക്കാലം. പിന്നെ ഞാനും തന്നെയും ഉണ്ടാവും ഇവിടെ. നാളെയാണ് നമ്മുടെ കടയുടെ ഉദ്ഘാടനം, 11-ാം തീയതി ബുധനാഴ്ച. പിന്നെ ചൊവ്വാഴ്ചയാണ്. ചൊവ്വാഴ്ച ഉച്ച തിരിഞ്ഞു. ഞങ്ങൾ ക്ലീനിങ്ങൊക്കെ പിന്നെ കഴിഞ്ഞല്ലോ. പിന്നെ ഞങ്ങൾ കുറേയൊക്കെ ഡ്രസ്സുകളൊക്കെ ടാഗും എല്ലാ സാധനങ്ങളും റേറ്റൊക്കെ ഒട്ടിച്ച് കുറേയൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്തു. ഇനി കുറച്ചും കൂടി ചെയ്യാനുണ്ട്. അപ്പോൾ കുറച്ചൊക്കെ ഇതേ കണ്ട റാക്കുകളൊന്നും അത്ര ഫില്ലായിട്ടില്ല, കുറച്ചുകൂടി ഇനി ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഷോപ്പിനെ കുറിച്ച് പറയുമ്പോൾ വിസ്മരിക്കാൻ പറ്റാത്ത 2 പേരുകളുണ്ട്. ഒന്നാമത്തെ ആള് നമ്മുടെ ധനീഷ്, അക്വാപ്രോ ധനീഷിന് നമ്മുടെ നിതിൻ വിളിക്കണ പേര് പുണ്യമകൻ എന്നാണ്. അതുപോലെ തന്നെ ആളൊരു പുണ്യമകനാണ്. നമുക്ക് എന്താവശ്യമുണ്ടെങ്കിലും ഈ ഞങ്ങൾ ആദ്യം തന്നെ കട തുടങ്ങാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്ത് കടകൾ തപ്പിയിറങ്ങി. ഒറ്റെണ്ണം നമുക്ക് കിട്ടുള്ളൂ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഭയങ്കര റേറ്റ്. അങ്ങനെയൊക്കെ ആയിട്ട് ലാസ്റ്റ് ചേട്ടൻ പറഞ്ഞേ, നീ ആ ധനീഷിനെ വിളിച്ച് ചോദിച്ചേ, അവൻ പറഞ്ഞിരുന്നു. അങ്ങനെ അവൻ വിളിച്ച വശം തന്നെ അവൻ വരെ പറഞ്ഞു, നെല്ലിക്കുന്ന് 2 നിലയുള്ള ഒരു വീട് എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാനും ചേട്ടനും പോയി കണ്ടു. അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് അവൾക്ക് അയച്ചു കൊടുത്ത് അവൾക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ ഞങ്ങൾ ഏതാണ്ട് അത് ഉറപ്പിച്ച പോലെ കേട്ടാ. അപ്പോൾ തന്നെയാണ് ഇവൻ തന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ആ വീടിൻ്റെ കമേഴ്സ്യൽ ലൈസൻസ് ഇല്ലയെന്ന് തോന്നുന്നുണ്ട് കേട്ടാ, റെസിഡൻറ്റ് ഇതിലൊക്കെ എടുക്കണേന്ന് തോന്നുന്നുണ്ട്, നിങ്ങൾക്ക് ചിലപ്പോൾ പണി കിട്ടും, കോർപ്പറേഷനിൽ നിന്ന് വല്ല പ്രശ്നമൊക്കെ വരുമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ആ ചേട്ടനെ വിളിച്ച് ചോദിച്ചു. അപ്പോൾ ആൾ പറഞ്ഞു അതിന് കമേഴ്സ്യൽ ഇല്ലയെന്ന്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, അപ്പോൾ ഞങ്ങൾ എന്തൊട്ട് ചെയ്യുക, എനിക്കറിയില്ല, നിങ്ങൾ എന്തൊട്ടേലും ചെയ്തോന്ന് അയാൾ പറയാം. അപ്പം എന്നാൽ ഞങ്ങൾ ഭാഗ്യത്തിന് ടോക്കൺ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ അത് വേണ്ടാന്ന് വെച്ചു. അപ്പം എന്തിട്ടാണ് ധനീഷ ചെയ്യാൻ ചോദിച്ചപ്പോഴാണ് അവൻ ഇത് പറഞ്ഞത്. ഇതൊന്ന് നോക്കിയപ്പോൾ പിന്നെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി ഇതങ്ങനെ. പിന്നെ നിങ്ങൾക്ക് ആ ഷോപ്പ് ഞങ്ങൾ അന്ന് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതിൻ്റെ ഗെറ്റപ്പൊക്കെ മാറി കണ്ട. ഇത് ഇങ്ങനെയാക്കി മാറ്റിയത്. അതാണ് 2ാമത്തെ ആൾ ആൽവിൻ. അപ്പോൾ ആൽവിനെ നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മുടെ വീടിൻ്റെ ഇൻറ്റീരിയറൊക്കെ ചെയ്തിട്ട് നമ്മൾ വീണ്ടും വേറെ വീടുകളും ആൽവിൻ ചെയ്തിട്ടുള്ളതൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട് നമ്മുടെ വീഡിയോകളിൽ. അപ്പോൾ നമ്മൾ ഇതിനെ തുണിക്കടയുടെ രൂപത്തിലേക്ക് മാറ്റണം എന്ന് ആലോചിച്ചപ്പോൾ എനിക്കറിയില്ല സത്യം പറഞ്ഞാൽ ആൽവിൻ കടകളൊക്കെ ചെയ്യുമെന്ന് അറിയില്ല, വീടുകൾ മാത്രം ചെയ്യണമെന്ന് അറിയുള്ളൂ. അപ്പോൾ ആൽവിനെയാണ് ആദ്യം തന്നെ വിളിച്ചത്. ആൽവിൻ്റെ അടുത്ത് ചോദിച്ചിട്ട് പിന്നെ വേറെ ആൾക്കാരോട് ചോദിക്കാമെന്ന് വിചാരിച്ചിട്ട് ആൽവിൻ്റെ അടുത്ത് ചോദിച്ചു, ഇങ്ങനെ ഞങ്ങളുടെ ഷോപ്പ് ഇങ്ങനെ മാറ്റണം, നീ ഓക്കെ ആണെങ്കിൽ നിന്നെ ഏൽപ്പിക്കും, നിനക്ക് ഇനിയിപ്പോൾ അയ്യോ അജുവേട്ടന് സരിതയും പറഞ്ഞിട്ട് എങ്ങനെയാ ഇത് ചെയ്യാണ്ടിരിക്കുക എന്ന് വിചാരിച്ചിട്ട് സമ്മതിക്കണ്ട, പറ്റുന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ആൾ പറഞ്ഞു, അതിനിപ്പോൾ എന്താ കുഴപ്പം, ഞങ്ങൾ ചെയ്യാലോ എന്ന് പറഞ്ഞു. അപ്പോഴാണ് പറയണേ വേറെയും കടകളൊക്കെ ചെയ്തിട്ടുണ്ടെന്ന്, വീടുകൾ മാത്രമല്ല ഷോപ്പുകളും സ്വർണ്ണക്കടയും പിന്നെ കണ്ണാടയുടെ കടയൊക്കെ ചെയ്തിട്ടുണ്ട് ഇത്ര. അപ്പോൾ ആളാണ് ഇങ്ങനെയാക്കി തന്നെ. അപ്പോൾ നമുക്ക് വേറെ ഒന്നും അറിയേണ്ടി വന്നില്ല. എല്ലാം നല്ല രസം, നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. കടയുടെ ഷോയൊക്കെ മുന്നേ വന്ന് കണ്ടിട്ടുള്ളവർ പിന്നെ വന്ന് കണ്ടപ്പോൾ പിന്നെ അല്ല മുന്നത്തെ വീഡിയോ കണ്ടിട്ടുള്ളവർ മാത്രമല്ലടി, പിന്നെ വന്ന് കണ്ടപ്പോഴും ആകെ ഞെട്ടിയില്ലേ. നിന്റെ പിള്ളേരായാലും ജഗ്ഗുവായാലും ഒക്കെ ഞെട്ടി ഇത് ഇങ്ങനെ മാറിയത് കണ്ടിട്ടേ. അങ്ങനെ അപ്പോൾ ആൽവിൻ വന്നിട്ടുണ്ട് കേട്ടോ അവിടെ. ഒന്ന് വന്നോളൂ.
അപ്പോൾ ആൽവിനെ ഈ അവസരത്തിൽ കാണിക്കാതിരിക്കുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ ആൽവിൻ വന്നതാണ് ഷോപ്പിൻ്റെ കാര്യങ്ങൾ. ഇനിയിപ്പോൾ ബോർഡ് തൂക്കൽ അങ്ങനെ കുഞ്ഞു കുഞ്ഞു പണികളും കൂടിയും ബാക്കിയുണ്ടേ. അപ്പോൾ അതിൻ്റെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ആൽവിൻ വന്നതാണ്. നമ്പർ നിങ്ങൾക്ക് ഈ തുണിക്കട മാത്രല്ല വേറെ എന്തേ കടകൾ വേണമെങ്കിലും സമീപിക്കാം. ആൽവിൻ്റെ നമ്പർ തരാം അവിടെ. പിന്നെ പെണ്ണുങ്ങളുടെ കൂടെ വരുന്ന ആണുങ്ങൾക്ക് ബോറടിക്കും. എങ്ങനെയും ഡ്രസ്സ് പർച്ചേസ് ചെയ്യാൻ പോകുമ്പോൾ അറിയാലോ ഭർത്താക്കന്മാർക്ക് ബോറടിക്കും. അപ്പം അങ്ങനെയുള്ളവർക്ക് ഇരുന്ന് വിശ്രമിക്കാൻ വേണ്ടി ഞങ്ങൾ ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ആൽവിൻ ചിന്തിച്ചു, എന്നിട്ട് ചെയ്തതാണ് ഈ സാധനം. ഇട്ടാക്കണ്ട, അടിപൊളിയാണ്. പിന്നെ ഇങ്ങനത്തെ 2 ടേബിള് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ വിചാരിച്ച 2 ടേബിളിൻ്റെ ആവശ്യമില്ല. കാരണം ഒരുമാതിരി എല്ലാ ഡ്രസ്സും ഞങ്ങൾ ഹാങ് ചെയ്തിട്ടുണ്ട്. എല്ലാ സെറ്റിൽ നിന്നും ഓരോന്ന് വിധം ഹാങ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ വേറെ കളറും വേറെ സൈസുകളും മാത്രമാണ് ഇവിടെ മടക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ ആളുകൾക്ക് എല്ലാവർക്കും അതിൽ നോക്കാവുന്നതാണ്. പിന്നെ മെറ്റീരിയൽ മാത്രമാണ് ഒന്ന് നിവർത്തിയൊക്കെ നോക്കാനല്ലേ വേണ്ടതെന്ന് വെച്ചിട്ട് 2 ടേബിൾ, ഇവിടെ ഇങ്ങനെ ഒരു ടേബിളും ഇങ്ങനെ ഒരു ടേബിളും ആൽവിൻ വരച്ച് തന്നതിൽ 3D ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഒരു ടേബിൾ മതി എന്ന് പറഞ്ഞു. നോക്കട്ടെ വേണോ നോക്കിയിട്ട് നമുക്ക് ചെയ്യാം. പിന്നെ ദേ ഇവിടെ ഇങ്ങനെ 2 ട്രയൽ റൂം കണ്ട സെറ്റ് ചെയ്തു. ട്രയൽ റൂം ഇവിടെ ഒരെണ്ണം കണ്ട. പിന്നെ മുന്നേ നമ്മൾ ഈ ഷോപ്പ് ആദ്യം നമ്മൾ ഇത് റെന്റിന് എടുത്ത സമയത്ത് കാണിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഇവിടെ 2 ഒരു ഓഫീസ് റൂമുണ്ട്. മുന്നത്തെ ഇവിടെ AC-യുടെ ഷോറൂമായിരുന്നു അവർ ചെയ്തിട്ടുള്ളതാണ്. അതെന്തായാലും നമുക്ക് ഭയങ്കര ഉപകാരമായി. അതിന് ഞങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല. ഇവിടെ ഒന്നും സീലിംഗ് ചെയ്തു അല്ലേ. അപ്പൊ അതേ നമ്മള് ഇതൊക്കെ ഇവിടെ ഉണ്ടായിരുന്നതാണ്. ഈ കസേരകൾ ഉണ്ടായിരുന്നു. ഈ 2 ചെയർ മാത്രം നമ്മള് വാങ്ങിച്ചുള്ളൂ. പിന്നെ നമ്മളിതേ അവിടെ വിളക്ക് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഇതുകൾ വെച്ചു. നമ്മൾ വെള്ളിയാഴ്ച തൊട്ട് വിളക്ക് വെക്കാൻ തുടങ്ങി. ഇവിടെ നമ്മള് ഒതുക്കാൻ വന്നപ്പോ തുടങ്ങി വിളക്ക് വെച്ച് തുടങ്ങി. അപ്പൊ ഈ റൂം കസേരയാണ്. പക്ഷെ ഇതുവരെ ഒന്നും ഇരിക്കാൻ നേരം കിട്ടിയിട്ടില്ല. ശരിക്കും പറഞ്ഞ നല്ല ടയേർഡാണ്. കുറച്ച് ദിവസമായിട്ടുള്ള ഉറക്കല്ലാണ്ട് എന്നും ഇവിടുന്ന് കഴിഞ്ഞിട്ട് പോകുമ്പോ കൊറേ സമയവും. രാത്രി 12 മണി 1 മണിക്ക്. അപ്പൊ പലർക്കും അത്ഭുതം. നമ്മള് ഇത് 11-ാം തീയതി നമ്മൾ ഓപ്പൺ ചെയ്യാണെന്ന് അനൗൺസ് ചെയ്തപ്പോ തൊട്ട് പലരും നമ്മളോട് ചോദിക്കണേ, എങ്ങനെയാണ് നിങ്ങളുടെ കഴിഞ്ഞത് ഇത്ര വേഗം, എങ്ങനെയാ പറ്റാന്ന് ചോദിക്കണേ. നിങ്ങളുടെ പർച്ചേസിങ് കഴിഞ്ഞല്ലോ. നമുക്ക് പർച്ചേസിങ് കഴിഞ്ഞിട്ട് 1-ാം തീയതിക്ക് ശേഷം എല്ലാ സാധനങ്ങളും എത്തിയത്. 8-10 ദിവസം എടുത്തു ഇവിടെ എത്താനായിട്ടേ. എന്നിട്ട് നിങ്ങൾ എങ്ങനെയാണ് ഇത്രയും ദിവസങ്ങൾക്കുള്ളിൽ ഇത് മുഴുവനും ബാർകോഡ് അടിച്ച് കേറ്റലും കമ്പ്യൂട്ടറിൽ കയറ്റണം. ഇതൊക്കെ എന്താ പറയാ പ്രിന്റ് ഔട്ട് എടുത്തിട്ട് ഓരോ ഡ്രസ്സുമില്ല അതാത് ഡ്രസ്സുമ്പോൾ തന്നെ ഒട്ടിക്കണ്ടേ. ഇത് മുഴുവൻ ഒട്ടിച്ച് തീർക്കും വേണം. അപ്പൊ ഇതൊക്കെ നിങ്ങളുടെ എന്നിട്ട് എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് 11-ാം തീയതി ഓപ്പൺ ചെയ്യാൻ പറ്റണത് ചോദിക്കണേ. അത് ചോദിക്കണേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 1-ാം തീയതി വാടക കൂടെ. അപ്പൊ ഇത് വേഗം നമുക്ക് തുടങ്ങണം. 35,000 വെച്ചിട്ട് 1-ാം തീയതി നമ്മള് കൊടുക്കണം വാടക. കഴിഞ്ഞാലും കഴിഞ്ഞില്ലെങ്കിൽ ഉള്ളത് വെച്ച് തുടങ്ങുന്ന അന്ന് തന്നെ പറഞ്ഞു. അപ്പം ഈ മകരമാസം കഴിയാറായി. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുംഭം മീനം ഒന്നും തുടങ്ങാൻ പറ്റില്ല. പിന്നെ മേടമാസം ആവണം. അപ്പൊ നമ്മള് പിന്നെ തുടങ്ങിയില്ലെങ്കിലല്ല അത്ഭുതമാണ്. അപ്പൊ ഞങ്ങള് അങ്ങട് അപ്പൊ അതുകൊണ്ട് കുറച്ച് ക്ഷീണുണ്ട് ഞങ്ങൾക്ക്. വീഡിയോ എടുക്കുന്ന സമയത്താണ് ഞങ്ങൾ ഈ ചെയറിൽ ഇരുന്നത്. ആദ്യമായിട്ടാ ഞങ്ങൾ ഇരിക്കട്ടേട്ടാ. അടുത്ത ദിവസം തൊട്ടിരിക്കുക പണികളൊക്കെ കഴിഞ്ഞിട്ട്. ഇപ്പൊ വിചാരിക്കും നിങ്ങൾ ഞങ്ങൾ പണിയൊക്കെ കഴിഞ്ഞു. ഇല്ല, കഴിഞ്ഞിട്ടില്ല. അത് നിങ്ങൾക്ക് അടുത്ത റൂമിലേക്ക് പോകുമ്പോൾ മനസ്സിലാവും. അപ്പുറത്തെ ഒരു കോൺഫറൻസ് ഹാൾ ഉണ്ടായിരുന്നില്ലേ, അത് ഞങ്ങൾ കാണിച്ചു തരാം. അപ്പൊ മനസ്സിലാവും ഞങ്ങൾക്ക് ഇനിയും എന്തോരം പണികൾ എടുക്കുന്നുണ്ട്. ഇവിടെ ഇടയിലൊക്കെ മിറർ കൊടുത്തിട്ടുണ്ട് കേട്ടാ. ഇവിടെ ഇങ്ങനെ നീളത്തിൽ കോൺഫറൻസ് ഹാളായിരുന്നു. അന്ന് വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് ഓർമ്മയുണ്ടാവും. ഞങ്ങൾ അതിനെ തിരിച്ചു, ഇടയിൽ ഇങ്ങനെ തിരിച്ചു. അതൊരു പാക്കിംഗ് സെക്ഷൻ ആക്കി. കണ്ട അവിടെ പൊട്ടിക്കായിരിക്കണത്. 1 2 3 ഇവിടെ 4. ഇത് 4. ഈ 4 ബണ്ടിൽ ഇനി പൊട്ടിക്കാനുണ്ട്. ഇതിലിനി എത്ര ഡ്രസ്സാന്ന് റെയിലുള്ളേ. ഇത് മുഴുവനും ഇനി ചെയ്യാനുള്ളതാ. അത് ഞങ്ങൾ ഉദ്ഘാടനത്തിന് പറ്റില്ല. അത്യാവശ്യം നിറയാനുള്ളതായി. അതിപ്പോ പൊട്ടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടാൻ സ്ഥലം ഉണ്ടാവില്ല. അതെ, പിന്നെ പൊട്ടിക്കാൻ ഞങ്ങക്ക് വയ്യ. അതും ഉണ്ട്. ഉദ്ഘാടനം കഴിഞ്ഞിട്ടായാലും ഇതെന്ന് വെച്ച് കഴിഞ്ഞാ ഇത് ഇട്ടാല അതിന്റെ ഭംഗി അറിയുള്ളൂട്ടാ. കഫ്താൻ അങ്ങനത്തെ മോഡലാണ്. ഹിന്ദി നടിമാരൊക്കെ ഇടുന്ന സാധനാണിത്. കണ്ടാ, ഇത് ഇട്ട് ഞാൻ മോള് ഇട്ടുണ്ടായിരുന്നു. ഇട്ടിട്ട് ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഇതിന്റെ ഭംഗി അറിഞ്ഞ. ഇതിലേക്ക് എടുക്കുമ്പോ അറിയില്ല. തന്നെ
ബീച്ചിലേക്കൊക്കെ പോകുമ്പോ ബീച്ചിലേക്ക് പോകുമ്പോ ഇതിടണ വേണമെങ്കിൽ ഇടാം. വേറെ മോഡൽ വേറെ മോഡല് ഇങ്ങനത്തെ എനിക്കുണ്ട്. അല്ല ഇങ്ങനത്തെ ഇത്രയും വലുതല്ല കേട്ടാ, ചെറുത്. ഷോർട്ട്, അതിന്റെ ഷോർട്ട് ഇവിടെ ഉണ്ട്, ചെറുതുകളുണ്ട് കേട്ടാ. ഷോർട്ട് ഉണ്ട്. ഷോർട്ട് എന്ന് പറഞ്ഞെടുത്ത് കാണിച്ചു കൊടുത്തു. ദേ വേണ്ട ചെറുത്. ഇതിന് പലാസോ പാന്റ് ഉണ്ട്, പാന്റ് ഉണ്ട് കേട്ടോ ഇതിന്. അതുപോലത്തെ ധനിക്കുണ്ട് കണ്ട. ഇനി കഫ്താൻ എന്ന് പറയുന്നത് ഇങ്ങനെ അറിയണവർക്ക് അറിയാൻ പറ്റും, ഇടാത്തവർക്ക് ചിലപ്പോൾ അറിയില്ലായിരിക്കും. ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല, എനിക്കിത് ഭംഗി ഉണ്ടാവില്ല എന്നുള്ള ഒരു തോന്നൽ കാരണം ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല. തന്നെ പറയണേ എനിക്ക് ഭംഗി ഉണ്ടാവും. പിന്നെ അതായത് ഇതൊക്കെ ഇങ്ങനെ ഫ്രോക്ക് പോലത്തെ നമുക്ക് എല്ലാവർക്കും ഇടാം, കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും ഇടാം. ഇത് 2 പീസ് പാർട്ടി വെയർ 2 പീസ് കണ്ട. ഇതിൻ്റെ ഉള്ളിൽ പാൻറ് ഉണ്ട് കേട്ടാ, അടിയിൽ പാൻറ് ഉണ്ട്. വേറെ കുറേ കളക്ഷൻസ് ഉണ്ട്, കുറേ കളറുകളുണ്ട്. ഇതിനൊക്കെ പാൻറ്റുകളും ഉണ്ട്. ഇതൊരു വേറൊരു ടൈപ്പ് തുണി, അത് ഒരു ബനിയൻ എന്ന് പറയാനും പറ്റില്ല. ബനിയൻ ടൈപ്പ് അല്ല, ഒരു ഭയങ്കര സോഫ്റ്റ് ആണ്, ഭയങ്കര സോഫ്റ്റ് ആണിത്. പാൻറ്റും ഉണ്ട്. ഇങ്ങനത്തെ ഒക്കെ കുറേ വേറെ മോഡലുകളാണ് കേട്ടാ എല്ലാതും എടുക്കണത്. ഇതിന്റെ ഒക്കെ ഓരോന്നെണ്ണം മടക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ടീനേജേഴ്സിന് പറ്റിയിട്ടുള്ള ടോപ്പുകൾ. ഇതിൻ്റെ ഉള്ളിൽ ഇന്നർ ഉണ്ട്, ജീൻസിനൊക്കെ ഇടാൻ പറ്റിയ ചെറിയ ക്രോപ്പ് ടോപ്പുകൾ. ഇന്നർ ഉണ്ട് ഇതിൻ്റെ അടിയിൽ. അപ്പം ഇതിൻ്റെ പോലത്തെ തന്നെ അതേ വൈറ്റ് കണ്ട, ഇതിൻ്റെ ഉള്ളിൽ ഇന്നർ ഉണ്ട്. കോളർമ മാത്രം വർക്കായിട്ട് സിമ്പിൾ ആൻഡ് എലഗന്റ്. ഇത് നീ ഏതെടുത്തേ പിന്നെ? ഇതിൻ്റെ കളർ ചേഞ്ചാ? കറക്റ്റ് ഞാനത് തന്നെ എടുത്തു. കണ്ട സൂപ്പർ, എന്ത് ഭംഗിയല്ലേ. ജീൻസിൻ്റെ മോഡലും ഉണ്ട് കേട്ടോ. ജീൻസിന് മുകളിൽ നല്ല വർക്ക് ഉണ്ട്, അത് എംബ്രോയിഡറി വർക്ക്. ഇത് വേറെ മോഡലാണ്, ഇങ്ങനത്തെ ഇന്നറായിട്ട് കോട്ട് അങ്ങനത്തെ ടൈപ്പ്. എല്ലാം നല്ല കുറേ മോഡലുണ്ട്, കുറേ മോഡൽ കണ്ട നിറച്ചുണ്ട്. ഇനിയും ഉണ്ട് ഇടാൻ. കോളേജ് പിള്ളേർക്ക് ഡെയിലി കോളേജിലേക്ക് മാറി നല്ല സ്റ്റൈലിഷ് ആയിട്ട് പോവാം. പരമാവധി ഞങ്ങളിൽ കൊള്ളിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇങ്ങനത്തെ 2 എണ്ണം കൂടി പണിയാൻ കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ നോക്കിയേ, ഇതിന്റെ പേര് എന്തിട്ടാ? പാകിസ്ഥാനി സ്യൂട്ട് എന്നാണ് ഈ സാധനത്തിന്റെ പേര്. ഇത് ഇങ്ങനെ കാണുമ്പോൾ എന്തിട്ടാണോ നാളെ ഏതിടണ്ടെന്ന് പിടുത്തില്ലാണ്ടാണ് ഇതിട്ട നല്ല ഭംഗിയുണ്ട്. 2-3 ഇട്ടോക്കി, എല്ലാതും ഭംഗിയുണ്ട്. അപ്പൊ ഇനി ഇതിൽ ഏതെടുക്കണമെന്ന് തീരുമാനം ഇന്ന് വൈകിട്ട് തീരുമാനിക്കും. ഇത് ഇട്ടിട്ട് നല്ല ഭംഗിയുണ്ട്. പിന്നെ അടിയില് ടോപ്പ് മാത്രല്ല, പാകിസ്ഥാനി സ്യൂട്ടിന്റെ പാവട നമ്മുടെ കാണിക്കട്ടെ. ടോപ്പ് മാത്രം വിചാരിക്കും. അടിഭാഗം കണ്ട, ബോട്ടം ഇങ്ങനെയാണ്. ബോട്ടം ഇങ്ങനെ, ആ ടോപ്പ് അതിന്റെ മുകളിൽ വരും. ഇതിന് കളർ ചേഞ്ച് ഒക്കെ ഉണ്ട് കേട്ടോ. സെയിം സാധനം 2 എണ്ണം. സെയിം അല്ല, കളർ ചേഞ്ച് ഇടണം. നമ്മുടെ അധോലോകത്തിലത്തെ ശശിയേട്ടൻ, പ്രേമേട്ടൻ, ജയന്തിയേച്ചി, പിന്നെ ആരാ വന്നിട്ടുണ്ടായിരുന്നേ, റിൻഡൻ, ക്രിസ്റ്റി, എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇതാണ് പിടിച്ചു നിന്നോടന്നെ. ഇതിട്ട് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ഇതൊന്ന് ഇട്ട് കാണാൻ ശശിയേട്ടന്. ഇത് ഏതെങ്കിലും ഒരു പെണ്ണ് ഇട്ട് കാണുന്ന ആൾക്ക് ഇത് എങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളിൽ ആള് കയറി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട്. അപ്പൊ റിൻഡൻ പറഞ്ഞത് ശശിയേട്ടൻ ഇട്ട് നോക്ക് പറയാന്ന്. ഇതൊക്കെ 3 പീസ് സെറ്റുകളാ. ചുരിദാറിന്റെ ടോപ്പ്, ബോട്ടം, ഷോള് ഒക്കെ ഉണ്ട് ഇതില്. ഇങ്ങനത്തെ നിറച്ചുണ്ട് കേട്ടില്ലേ. ഞങ്ങൾ ഓരോന്നെടുത്ത് കാണിച്ചോളൂ. ഇനിയൊക്കെ കാണണം എന്നുള്ളൊരു വായൊന്നും എല്ലാവരും ഞങ്ങൾ ക്ഷണിക്കുകയാണ്. വരാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഹൈവേയിൽ തന്നെയായ കാരണം തൃശ്ശൂർക്കാർക്ക് മാത്രമല്ല വേറെ ഏത് ജില്ലക്കാർക്കും വരാം. നല്ല സൂപ്പർ ഷോർട്ട് ബനിയനുകൾ ജീൻസിൻ്റെ ഒപ്പവും കൊറിയൻ പാൻസിൻ്റെ ഒപ്പവും സ്റ്റൈൽ ചെയ്യാനായിട്ട് നല്ല സൂപ്പർ. ഇത് വേറെ ടൈപ്പ് തുണിയാട്ടെ. ഇതിൻ്റെ നല്ല ഭംഗിയുള്ളത്, ഒന്നിനൊന്നും വെച്ചാട്ടാ കാണാനായിട്ട്. അത്ര ഭംഗിയാണ്. മുഴുവൻ ഇങ്ങനത്തെ വേറെ 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 മോഡലുകളാ. എല്ലാത്തിനും ഓരോന്നൊക്കെ ഇട്ടിട്ടുള്ളൂ. കൊറിയൻ പാൻസ് ഇത് കണ്ടിട്ട് ജഗ്ഗുവിന് ഇങ്ങനത്തെ വേണമെന്ന്. അപ്പോൾ ചേട്ടൻ പറയാം ചേട്ടനും വേണം. സ്ലീവ്ലെസ് ഇടുന്നവർക്ക് കണ്ടാ ജീൻസിൻ്റെ ഒപ്പം ചെറുപ്പം പെൺപിള്ളേർക്കൊക്കെ അടിപൊളിയായിട്ട് സ്റ്റൈൽ ചെയ്യാൻ. അപ്പോൾ ഇത് നോക്കി അതിൻ്റെ ഒരു ഭംഗി കണ്ടാ, അടിപൊളി.
ഇതൊന്നും ഒന്ന് ചേട്ടൻ പിടിച്ച ചേട്ടന് ഇത് ഭയങ്കര ഇഷ്ടമായതാ ഈ പാൻറ്. ഇതിൻ്റെ തുണിയേ അതുപോലത്തെ ഒരു തുണി അതിൻ്റെ. ഇതിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാണെങ്കിൽ കറണ്ട് ഇല്ലെങ്കിലും നമുക്ക് എവിടേക്കും പോവാൻ നല്ല സ്റ്റൈലായിട്ട് തേക്കേണ്ട ആവശ്യമില്ല. കഴിക്കാലും ഇത് ഇതുപോലെ തന്നെ കൂടി എൻ്റെ ഉണ്ട് 2 ഉണ്ട്. തേക്കേണ്ട ആവശ്യമില്ല. എന്താ പറയാ മേലുണ്ടെന്ന് അറിയില്ല തോന്നൂല്ലേ അതുപോലത്തെ നല്ല രസമുള്ള. ഇതിന് കുറെ കളറുകൾ ഉണ്ട് കേട്ടാ. കുറേ കളറുണ്ട്. മെറ്റീരിയൽസ് ഒക്കെ ഞങ്ങള് മടക്കി ഇങ്ങനെ കയറ്റി വെക്കണുള്ളൂ. കുറച്ചും കൂടി ഉണ്ട് വെക്കാനായിട്ട്. പിന്നെ നല്ല ഗൗണുകള്, നല്ല ഹൈറ്റ് ഉള്ള പെണ്ണുങ്ങൾ. ഇപ്പൊ ഗൗൺ മാത്രമായിട്ടല്ല, ഇപ്പൊ ചുരിദാറും ആൾക്കാർ ഭയങ്കര ലെങ്തിലൊക്കെ അല്ലേ ഇടണേ. അങ്ങനെയുള്ളവരും ഇടേണ്ട. അടിയിലൊരു ഷോർട്ട്സ് എന്തിട്ടെങ്കിലും ഇട്ടാ മതി. എന്ത് രസാ കാണാനായിട്ട്. നോക്കി, അടിപൊളി, നല്ല ഭംഗിയുള്ള സാധനം. ഇതിന്റെ കൊറേ മോഡലുകൾ ഞങ്ങൾ അവിടേക്ക് തന്നെ മാറ്റി. ഞങ്ങളുടെ ബഡ്ജറ്റ് കവിഞ്ഞു പോയപ്പോ ആ ബ്ലൂ എടുത്തേ കണ്ട. നോക്കി ഇതിന്റെ ഒരു ഭംഗി. ഇതിന്റെ വർക്കുകൾ കണ്ട ഭയങ്കര ഭംഗിയാ കാണാനായിട്ട്. വൈറ്റ് എടുക്കട്ടെ, എനിക്ക് എല്ലാം ഇത് കാണിച്ചിരണമെന്നൊക്കെ ഉണ്ട്. കണ്ട, സൂപ്പർ, നല്ല ഭംഗിയുള്ള പാർട്ടി വെയറുകളാണിത്. ഇത് കണ്ട, ഇതൊരു വേറെ മോഡലാ, കോട്ടുള്ള പോലത്തെ. ഇതിൻ്റെ തന്നെ ബ്ലാക്ക് ഉണ്ട്. ഇത് വേറെ ടൈപ്പ്. ഇതേ ഇങ്ങനത്തെ ടൈപ്പ് കണ്ട. ഒക്കെ നല്ല ഭംഗിയായിട്ടാ കാണാൻ. ഇനി ഞങ്ങൾക്ക് ഒരുപാട് പണിയുണ്ട്. ഇവന്റുകാരൊക്കെ ഇവിടെ നിന്ന് ഒക്കെ ബലൂൺ വെച്ചിട്ട് പോയിട്ടുണ്ട്. ഇനി അവർക്ക് ഇവിടെ മാലകളൊക്കെ ഇടാൻ പറഞ്ഞിട്ടുണ്ട് ഞങ്ങള്. പൂവിന്റെ ചെണ്ടുമല്ലിയില്ലേ, അത് അങ്ങനത്തെ മാലകൾ കുറച്ചിടണം. പിന്നെ ശിങ്കാരിമേളൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട് കേട്ടാ. പിന്നെ വിളക്ക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ അവര് കൊണ്ടുവരും. അവര് വന്നൊക്കെ സെറ്റാക്കി കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഇറങ്ങാനായിട്ട്. കുറച്ചും കൂടി ഞങ്ങൾക്ക് ഒതുക്കാനുണ്ട്. അതിന് മുന്നേ ഒന്ന് വീഡിയോ എടുത്തതാണ്. ഇപ്പൊ ജസ്റ്റ് ഒന്ന് ഒരുവിധം ഒന്ന് ഫില്ലായിപ്പോ എടുത്തതാ. നാളെ പുലർച്ചെ 5 മണിക്ക് റസീന വരും ഞങ്ങളെ സാരി ഒരുക്കാൻ. കോലല്ല, ഇനി നാളെ ഞങ്ങളെ കാണുമ്പോ അതന്നെ ഞെട്ടും. ആര് നമ്മളാവും ഞെട്ട. അപ്പൊ ശരി, ഇനി നാളെ ഇപ്പൊ സമയം ഒരു 6:15 ഒക്കെ ആയിട്ടുണ്ട് പുലർച്ചെ. നേരം വെളുത്ത് വരണുള്ളൂ. ഇന്ന് ഭയങ്കര കാറ്റാണ്. ഇന്നാണ് ഞങ്ങൾ കാത്തിരുന്ന ആ സുദിനം. എൻ്റെയും ധന്യയുടെയും ഷോപ്പിൻ്റെ ഉദ്ഘാടന ദിവസമാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ധന്യയുടെ വീട്ടിലാണ് കേട്ടോ. അപ്പോൾ റസീന ഇങ്ങടാണ് വരുന്നത് ഞങ്ങൾ ഒരുക്കാൻ വേണ്ടിയിട്ട്. ഒരുക്കാന്ന് പറഞ്ഞാൽ സാരി ഉടുപ്പിക്കുക, അത്ര മുടിയൊന്നും സെറ്റാക്കുക, അത്രേ ഉള്ളൂ. മുഖത്ത് ഞാനൊന്നും ചെയ്യില്ല. എനിക്കിത് ഈ 2 കുരുവിൻ്റെ പാടിനൊന്ന് കളയണം എന്നുള്ളൂ, വേറെ ഒന്നും എനിക്ക് ചെയ്യണമെന്നില്ല. ലെൻസ് വയ്ക്കണം കണ്ണിൽ. ധന്യയുടെ മുഖമൊക്കെ ഒരിക്കലൊക്കെ കഴിഞ്ഞു. റസീന 5:15 വന്നതാണ്. ധന്യ വയ്യോ, ധന്യ സാരി ഉടുത്തിട്ടില്ല. ഇപ്പോൾ ധന്യയുടെ മോളെ മുഖം മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കണ്ട ധന്യ നോക്കിയേ. സരിത പറഞ്ഞു ഇന്നലെ കണ്ട ധന്യല്ല ഇന്നലെ. അതെ, ഇന്നലെ ഒരു കൂതറി കിടന്നു, നല്ല സുന്ദരിയായിട്ടെന്ന് പറഞ്ഞു. സാരി എടുത്ത് കഴിയുമ്പോൾ ഈ വേഷത്തിന് ഇത് യോജിക്കാത്തത് കൊണ്ട് ഇപ്പം കാണുമ്പോൾ ചിലപ്പോൾ ഒരു അപാകത പോലെ തോന്നുന്നുണ്ടാവും. പക്ഷെ ഞാൻ സെറ്റ് സാരി, ഞങ്ങൾ രണ്ടാളും ഒരുപോലത്തെ സെറ്റ് സാരി എടുത്തേക്കണേ. അപ്പം അത് ഉടുത്ത് വരുമ്പോൾ മാറ്റം മനസ്സിലാവും അല്ലേ? അതന്നെ. സാരി എടുക്കാൻ 5 മിനിറ്റ് വേണ്ടോന്ന് പറഞ്ഞു. അപ്പൊ മാലയൊന്നും ഇട്ടിട്ടില്ല. അപ്പൊ സാരി എടുത്ത് കഴിഞ്ഞിട്ടൊക്കെ മാല ഇട്ടിട്ട് സുന്ദരികമാരായിട്ട് നിക്കാന്ന് വിചാരിച്ചു. മുല്ലപ്പൂവും വരും. അതന്നെ. എന്താ ചെയ്യാ, ഇങ്ങനെയുള്ള ഓരോ ദിവസങ്ങളാകുമ്പോൾ നമുക്ക് അസുഖങ്ങൾ വരല് സ്വാഭാവികമാണ്. ചിലപ്പോൾ നമ്മൾ ആ ദിവസത്തേക്ക് വേണ്ടി കാത്തിരിക്കണതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ആണോ വേറെ എന്താണെന്ന് അറിയില്ല. പക്ഷെ എനിക്ക് ഭയങ്കര ടെൻഷനാണ് ആ ദിവസത്തിനെ കുറിച്ച് ഓർത്ത്. പേടി അങ്ങനെ ഒന്നും തന്നെ എൻ്റെ മനസ്സിലില്ല. കഴിഞ്ഞ പൊന്നാരുവിൻ്റെ അപ്പോൾ ഇവിടെ ധന്യയുടെ മോള് ദേവീനെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. മുഖത്തത്തെ മേക്കപ്പൊക്കെ കഴിഞ്ഞു. അപ്പോൾ മുടി സെറ്റ് ചെയ്യാൻ പോവാണ്, ഹെയർ സെറ്റ് ചെയ്യാൻ പോവാണ്. പൊന്നാരുവിൻ്റെ മേക്കപ്പ് കഴിഞ്ഞു കേട്ടാ. കണ്ട ഹെയറൊക്കെ നല്ല സ്റ്റൈൽ ചെയ്തു. നോക്കിയ ബാക്ക് ഭാഗമൊക്കെ കണ്ട നല്ല രസമായിട്ടുണ്ട്. മുഖമൊക്കെ ചെറുതായിട്ടൊരു ഇത് കൊടുത്തു. കണ്ണിൽ ലെൻസും വെച്ചിട്ടുണ്ട്. അറിയില്ല വെച്ചിട്ടുള്ളത്, ബ്രൗണാണ് വെച്ചിട്ടുള്ളത്. ഇതാണ് ഞങ്ങളുടെ ഫൈനൽ ലുക്ക്. മുടി കാണിച്ചു തരട്ടെ എൻ്റെ. കണ്ടാ മുടി. ഇതിനൊക്കെ നന്ദി പറയേണ്ടത് റസീനയോടാണ്. വായോ, റസീനേനെ കുറേ പേർക്ക് അറിയും നമ്മുടെ വീഡിയോ കൂടെ.
അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഒരുങ്ങണമെന്നുണ്ടെങ്കിൽ ഇനി ഞാൻ വീണ്ടും റസീനയുടെ പാർലറിൽ പോകുന്നുണ്ട്. മുടി എൻ്റെ ചെയ്യാറായില്ലോ, 2 സ്റ്റെപ്പായിട്ടൊക്കെ എടുക്കണം. അപ്പം റസീന അത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, മുടി ഇനി ചെയ്യണം, ബോട്ടോക്സ് ചെയ്യാൻ പറയായിരുന്നു. അതാണ് എനിക്ക് നല്ലതെന്നാണ് പറയണത്. ഇനി വന്നേ രണ്ടുപേരും. ഇത് ഇവര് സാറില്ലേ അവളുടെ കാലിനെ 2 ദിവസം മുന്നേ ഒരു ചെറിയൊരു ആക്സിഡന്റ്, ഒരു സ്റ്റെയർ കേസ് വന്ന് വീണിട്ട് അത് കാരണം കാലിന് ചെറിയൊരു ഞൊണ്ടലുണ്ട്. കാല് കെട്ടിയേക്കാം, നീരുണ്ട്. അല്ലെങ്കിൽ അപ്പോൾ ഇവരുടെ ഒരു ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഷോപ്പിലത്തെ ഡ്രസ്സാണ് ഇവർ ഇട്ടിരിക്കുന്നത് കേട്ടാ. ആദ്യമായിട്ട് ഉദ്ഘാടനം ചെയ്തേക്കണത് ഇവരാണ് ഡ്രസ്സ്. ഞങ്ങൾക്ക് പിന്നെ സാരി അവിടെ ഇല്ലാത്ത കാരണം കൊണ്ട് ഞങ്ങൾ എടുത്തു. ഞങ്ങൾ സാരി ഒരുപോലത്തെ സാരി, ഒരുപോലെ ബ്ലൗസ്, സിനീര അവിടെ ഞങ്ങൾ 2 പേരും തയ്പ്പിച്ചു, എല്ലാം ഒരുപോലെ ചെയ്തു. അങ്ങനെ അപ്പം ഇനി നമ്മൾ ഷോപ്പിലേക്ക് പോവാണ്. അങ്ങനെ ഞങ്ങൾ വിചാരിച്ചതിനേക്കാളും ഭംഗിയായിട്ട് ഷോപ്പിന്റെ ഉദ്ഘാടനവും എല്ലാം കഴിഞ്ഞു. ഇനി ആദ്യ വിൽപ്പനയാണ്. അപ്പോൾ അതും ഒരു 9 തൊട്ട് 10 വരെയാണ് നമ്മുടെ സമയം. അപ്പോൾ ആ 10 മണിക്കുള്ളിൽ തന്നെ ആദ്യ വിൽപ്പന. അമ്മ ഒരു ഡ്രസ്സ് സെലക്ട് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. എൻ്റെ അമ്മ ഒരു ചുരിദാർ അമ്മയ്ക്ക് കൊടുത്തിട്ടാണ് തുടങ്ങുന്നത്. അപ്പൊ ആദ്യം ബില്ലടിക്കാൻ പോവാ. ബില്ലടിച്ചോ? താടി ഡ്രസ് ബില്ലടിച്ചോ? ബാക്കി ചേട്ടൻ ചെയ്യും, ബാക്കി എനിക്കറിയില്ല. അടിച്ചോ? കണ്ണാട വെച്ചിട്ടില്ല, ഇതാരെ കാണില്ലേ? ഫിനിഷ് അല്ലത്, ഫിനിഷ് അടിച്ചു. അവളിലോ? ഐശ്വര്യായിട്ട് വലിപ്പിലിട്ടോ. ഇതാ ഇവരെ എടുത്താ.
ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞു, കുറച്ച് സമയം ഉച്ച കഴിഞ്ഞു കേട്ടാ. അപ്പോൾ എല്ലാവരും പോയി. ഇവിടെ ഇന്ന് എന്താണെന്നറിയില്ല, മൊത്തം നമ്മുടെ മരത്താക്കര സബ് സ്റ്റേഷൻ്റെ കീഴിലുള്ള എല്ലാവിടെയും ഇന്ന് രാവിലെ 9 മണി തൊട്ട് വൈകുന്നേരം 5 മണി വരെ കറണ്ടില്ല, മെയിൻ്റനൻസ് വർക്കിന് കംപ്ലീറ്റ്. എന്നിട്ട് ഞങ്ങൾ ഇവിടെ കറണ്ട് പോയി, ആകെ കുറച്ച് ലേറ്റാണ് കത്തണുള്ളൂ. അപ്പോഴേക്ക് വേഗം ജനറേറ്റർ തന്നെ വാടകയ്ക്ക് എടുത്തു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ഒരു തിരക്കുണ്ടായിരുന്നു അവിടെ. ഭാഗ്യത്തിന് അവരുടെയൊക്കെ ബില്ലടിച്ച് കഴിയണോടുകൂടി ജനറേറ്ററിലത്തെ പെട്രോൾ കഴിഞ്ഞ് കറണ്ട് പോയിട്ട് ഞങ്ങൾ ഇരുട്ടത്തിരിക്കുകയായിരുന്നു. എന്നിട്ട് പിന്നെ അവർ വന്ന് പെട്രോളൊക്കെ ഒഴിച്ച് ഇപ്പോഴേ വീണ്ടും ശരിയായി. അപ്പോൾ എന്തുട്ട് ചെയ്താൽ ഞാൻ പറഞ്ഞു വന്നത് ഡ്രസ്സ് സാരി കൊടുത്തിട്ട് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ഒരു സുഖമില്ല ഇങ്ങനെ ഇരിക്കാനായിട്ട്. പിന്നെ കറണ്ട് പോയിട്ട് ഇവിടെ ഉഷ്ണവും ഫാനും ഇല്ല, AC ഒന്നും ഇല്ലാണ്ടായപ്പോഴേ ഉഷ്ണമായപ്പോൾ ഡ്രസ്സ് ഇവിടെ ഇന്ന് കിട്ടി. ഒരെണ്ണം ഞാൻ എടുത്തിങ്ങനെ വെറുതെ ഇട്ടതാണ് കേട്ടത്. അപ്പോൾ ഇട്ടപ്പോൾ എല്ലാവരും പറയണത് നല്ല ഭംഗിയുണ്ട്, ഇതേ ഇത് നമ്മുടെ ഷോപ്പിലത്തെ ഡ്രസ്സ് തന്നെയാണ് കേട്ടത് കണ്ട. അപ്പം ഞാൻ മാറിയിക്കണ്ടോ, അപ്പം ധന്യക്ക് അപ്പം അവൾക്കും മാറണം. അവൾ ഇതന്നെ ധന്യ ഒന്ന് വരുമോ? ഞങ്ങളുടെ മേക്കപ്പ് സംഭവങ്ങളൊന്നും മാറ്റിയിട്ടില്ലേ, മാലയും മുല്ലപ്പൂ ഊരിക്കളഞ്ഞു. പക്ഷെ അറിയാലോ സാരി ഊരി കളഞ്ഞു, ഇതെടുത്തിട്ടു. ഇതിന്റെ ബാക്ക് ഭാഗം കണ്ട, ഈ ഡ്രസ്സിന്റെ ബാക്കിലാണ് മെയിൻ വർക്ക് കേട്ടാ. അവളുടെ ഒറിജിനൽ മുടിയാണ് കേട്ടോ എന്റെ. പിന്നെ നിങ്ങക്ക് അറിയാലോ എന്റെ അടുത്ത് ഒന്നിരിന്റെ ഉണ്ണി കുറെ നേരം പിന്നാലെ നടന്നിട്ട് നോക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കാം 5000 മുടി എങ്ങനെ ഇങ്ങനെ ചുരുണ്ടേ, 5000 മുടി ഞാൻ അങ്ങനെ വലിച്ചു നോക്കി. അപ്പൊ അത് എങ്ങടെ തന്നെ പോണു, ഇതെങ്ങനെ ചുരുണ്ടേന്ന്. ഞാൻ പറഞ്ഞു ഇന്നലെ രാത്രി ഇതായിരുന്നു എനിക്ക് പണി, നേരെ വെളുക്കണ വരെ ഞാനിരുന്ന് ചുരുട്ടായിരുന്നു എന്ന് പറഞ്ഞു. എനിക്ക് നല്ല ഇഷ്ടമായി ഈ മുടി എന്ന് പറഞ്ഞു. ഞാൻ നിനക്ക് തരാട്ടെ ഈ മുടി എന്ന് പറഞ്ഞു. എടുത്തിട്ടു എന്നാ വേറെ ഇട്ടൂടെ അവൾക്ക്, അവൾ അതന്നെ ഇട്ടു. ഉണ്ട് ബ്ലാക്ക് ഉണ്ട് വേറെ ഉണ്ട്. അപ്പൊ അതന്നെ ഇട്ടു. ഇവള് മീഡിയം ഇട്ടു, ഞാൻ മീഡിയം പിന്നെ ഇല്ല. അപ്പൊ പിന്നെ പിന്നത്തെ സൈസ് ലാർജ്, അപ്പൊ ലാർജ് എടുത്തിട്ടു. അങ്ങനെ കേട്ടാ. പിന്നെ എന്നിട്ട് പറയാനുള്ളേ, ഇപ്പൊ കുറച്ച് പേര് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കുറച്ച് പേര് വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും വന്നവരൊക്കെ ഡ്രസ്സ് എടുത്തു, എല്ലാവർക്കും അഭിപ്രായം പറഞ്ഞ കളക്ഷൻസ് നന്നായിട്ടുണ്ട്. അപ്പൊ ചിലവരൊക്കെ നമ്മളോടുള്ള ഇഷ്ടം കൊണ്ട് മാത്രം ഓരോന്ന് എടുത്തു പോയി, ചിലവരൊക്കെ നന്നായിട്ട് എടുത്തിട്ടുണ്ട്. എറണാകുളത്തെ ചേച്ചിയുടെ കാര്യം പറഞ്ഞാ, എറണാകുളത്ത് നിന്ന് ആ ചേച്ചി ഒരു 8 മണിയാകുമ്പോഴേക്ക് എത്തി. മിനി ജോഷി 5 മണിക്ക് പോകുന്നതാണ് അവിടെ നിന്ന്. എന്നിട്ട് ആ ചേച്ചി നന്നായിട്ട് ഡ്രസ്സ് എടുത്ത് കുറെ ഡ്രസ്സുകൾ എടുത്തിട്ടുണ്ട്. നമ്മുടെ ലീലാമണി ചേച്ചി തിരുവനന്തപുരത്ത് കാറ് വിളിച്ചു വന്നു. ആള് മരുമകൾക്കും ചേച്ചിയുടെ മക്കൾക്കും ഒക്കെ കുറെ ഡ്രസ്സ് എടുത്തിട്ട് പോയി. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പൊ നിങ്ങൾ എല്ലാവരും വരാട്ടെ ഇങ്ങട്. ഞങ്ങൾ ഓൺലൈൻ തുടങ്ങുമ്പോ അറിയിക്കാം. ഞങ്ങൾ ഇതുപോലെ ഇട്ടിങ്ങനെ നിൽക്കും. ആ എനിക്ക് ഇഷ്ടമുള്ളവര് മക്കളും ഇട്ടിങ്ങനെ നിൽക്കും രണ്ടാളും. ഇന്ന് മോള് മൂത്തോള് വന്നോ? എന്റെ പാർട്ടി വെയർ അങ്ങനത്തെ ഡ്രസ്. അത് അവള് ഇത് ഇട്ട് കണ്ടപ്പോ ഇന്ന് വന്ന കൊറേ പേര് ഇതന്നെ ചോദിച്ചിട്ട് ഇത് കൊറേ ലാസ്റ്റ് ഇനി 1-2 പീസും കൂടെ ഉള്ളു, ഒരു പീസ് ഉള്ളതിന്റെ ബാക്കിയൊക്കെ പോയി. അങ്ങനെ മറ്റോളെ എവിടെയാ പൊന്ന, അവൾക്ക് കാലിന് പറ്റിയ എടുത്തിലിരിക്കുകയാണ്. അവളും ഇവിടുത്തെ ഡ്രസ് തന്നെ ഇട്ടാണ്. ഞാൻ പറഞ്ഞില്ലേ കാലത്ത് വീഡിയോയില് പറഞ്ഞിട്ടുണ്ട്, കാണിച്ചിട്ടുണ്ട്. തുന്തുരു പണിയൊക്കെ കഴിഞ്ഞ് എന്താ പറയാ ഫ്രീ ആയപ്പോൾ വന്നിട്ടുണ്ട്. തുന്തുരു ചക്കരി ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് അവർക്ക് ഉദ്ഘാടനത്തിന്റെ സമയത്തേക്ക് വരാൻ പറ്റില്ലല്ലോ, അത് കാരണം ഉണ്ട്. അപ്പോൾ അവന്റെ ഇപ്പോൾ വന്നിട്ടുണ്ട്. ആ കണ്ണാർന്ന് ധന്യ വന്നിട്ടുണ്ട്. ധന്യയും ജഗദീഷ് ഏട്ടനും വന്നിട്ടുണ്ട്. ഇന്നിപ്പോ നമ്മുടെ ഉദ്ഘാടനം പ്രമാണിച്ച് ഇവിടുന്ന് പല സ്ഥലത്തുനിന്ന് ആളുകൾ എത്തിയിട്ടുണ്ട്. പക്ഷേ അയർലൻഡിന്ന് അങ്ങ് ദൂരെ അല്ലേ ഇന്നൊക്കെ അയർലൻഡിൽ നിന്ന് വന്നിരിക്കുകയാണ്. ഇന്ന് രാവിലെ എത്തിയിട്ടുള്ള ഇവിടെ. എന്നിട്ട് കണ്ട ഓടി വന്നേക്കാ അനീഷ് നമ്മുടെ കടയിലേക്ക്. ഇത് കഴിഞ്ഞിട്ടുള്ള ബാക്കി 100 ടെൻഷൻ്റെ ഇടയിൽ നിൽക്കണം. എന്തോ ഫോൺ ശരിയായിട്ടില്ല, വാട്സപ്പ് ശരിയാക്കിയിട്ടില്ല, അയർലൻഡിൽ നിന്ന് ഭാര്യ വിളിക്കുന്നുണ്ട് കിട്ടുന്നില്ല, ഇവിടെ അങ്ങോട്ട് വിളിക്കുന്നുണ്ട് കിട്ടുന്നില്ല, അപ്പൊ ഫോൺ ശരിയാക്കണം. പക്ഷെ അതിന്റെ ഇടയിൽ ഇങ്ങോട്ട് വന്നിരിക്കുകയാണ് ആള്. അല്ല ആള് പറഞ്ഞ തന്നെയാണ് ഉത്തരം. ഞാൻ വന്നു എന്ന് പറയുന്നത് നമ്മുടെ കടയിലേക്ക് വന്നു എന്നാണ് പറഞ്ഞ ആള്. അതിനാണത് ശരി, നമ്മുടെ കട തന്നെയാണ്, നമ്മുടെയാണ് കട. അത് ഇപ്പൊ ഞങ്ങളുടെ കടയിലേക്ക് വന്നു എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ആൾക്കില്ല. അതുകൊണ്ടാണ് നമുക്ക് വന്നിട്ടും തോന്നല്ല. ഉറപ്പായിട്ടും സന്തോഷമുള്ള കാര്യമല്ലേ. ഞാനൊരു എൻ്റെ വീടിൻ്റെ ഒരു ഹോം സ്റ്റേ സെറ്റപ്പിലേക്ക് മാറ്റാനായിട്ട് ചിന്തിച്ചപ്പോ ആ വീട് ശരിക്കും പൊടി പിടിച്ച് ചെതിലരച്ച് പോകേണ്ട ഒരു സമയം കഴിഞ്ഞു. ഞാൻ ഇവിടുന്ന് പോയിട്ട് എത്രയോ 3-4 കൊല്ലം 5 കൊല്ലമായി. ആ സമയത്ത് എനിക്കൊരു ഇങ്ങനൊരു സൂചന പറഞ്ഞപ്പോൾ ഇവർ രണ്ടുപേരും ഓടി വന്ന്
ആ വ്ളോഗ് ചെയ്ത് തന്നു. ഇന്ന് വരെ ഇന്നും എൻ്റെ വീട്ടിലേക്ക് വന്നിട്ട് എനിക്ക് അങ്ങോട്ട് കയറാൻ പറ്റിയിട്ടില്ല. അവിടെ ബുക്കിംഗാ. എൻ്റെ വീടിൻ്റെ താണി കൊടുത്തത്, അങ്ങോട്ട് പോകാനായിട്ട് പറ്റിയിട്ടില്ല. അപ്പൊ ഇതിന്റെ പാർട്ടി ഒരു ദിവസം കട തുടങ്ങിയിട്ട് ഒരു പാർട്ടി നമുക്ക് നമ്മുടെ വീട്ടിൽ വെച്ചാലോ? വീട് ഞാൻ തരും. പിന്നെന്താ, അടിപൊളി വെക്കാം അല്ലെ? ഒരു ദിവസം നമുക്ക് അവിടെ നോക്കാട്ടെ, നിങ്ങൾ തിരക്കണമെന്ന് അറിയില്ല. നമുക്ക് അവിടെ പ്ലാൻ ചെയ്യാം. അപ്പൊ അങ്ങനെ സരിതേച്ചിക്കും അജു ചേട്ടനും പിന്നെ ഒരു പാർട്ട്ണറിന്റെ പേരറിയില്ല, ധന്യ. അപ്പൊ അവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. ഈ പ്രസ്ഥാനം വളർന്ന് പന്തലിച്ച് വരട്ടെ. ഒരു എന്റർപ്രണർഷിപ്പ് എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര വേറൊരു കള. അപ്പോൾ സരിതേച്ചിയുടെ ഒരു എനർജിയും നിങ്ങളുടെ ഒരു പ്ലാനിങ്ങും അജുവേട്ടൻ്റെ ഒരു ബാക്കപ്പും എല്ലാം കൂടിയിട്ട് പിന്നെ വലിയ ഒരു പ്രസ്ഥാനമായിട്ട് മാറട്ടെ. ബ്രാഞ്ചുകൾ ഉണ്ടാവട്ടെ. അതെ, ബ്രാഞ്ചുകൾ നിറച്ച് ഫ്രാഞ്ചൈസികൾ കൊടുക്കാൻ പറ്റണം നമുക്ക്. അല്ല, നന്നായിട്ട്. ഞാൻ പിന്നെ ചോദിച്ചു, ഇത് രണ്ടുപേരും ഈ കുടം പിടിച്ച വനിതകളാണ് ഇട്ട് നിൽക്കണേന്ന് ചോദിച്ചപ്പോ പറഞ്ഞു ഇത് ഇവിടുന്ന് തന്നെയുള്ള ഇപ്പൊ തന്നെ എടുത്തിട്ടാന്ന് പറഞ്ഞു. അപ്പൊ ഗംഭീരായിട്ടുണ്ട്. ഞാൻ എന്റെ വൈഫായിട്ട് വരുന്നുണ്ട്. അങ്ങനെ ഒന്നാം ദിവസം വൈകുന്നേരം 7 മണിയായി. ഞങ്ങൾ കട അടയ്ക്കേണ്ട സമയമായി. നല്ല ക്ഷീണമുണ്ട്. 2-3 ദിവസമായിട്ട് ഞങ്ങൾ ഓവർ ടൈം ജോലി ചെയ്യാണ്. അങ്ങനെ ഞങ്ങൾ ചെയ്ത് ഭയങ്കര ടയേർഡാണ്. ഭക്ഷണം കഴിച്ചിട്ടില്ല. 2 കട്ട്ലേറ്റുമ്മലാണ് ഇത്ര നേരം ഓടിയത് വണ്ടി. അല്ലേ? അതെ, 2 കട്ട്ലേറ്റും 2 ചായ. ഞാൻ 2 കാപ്പി. ഞാൻ 2 ചായ 2 കട്ട്ലേറ്റ്. ഒരു ലഡു. നാളെ മുടക്കാണ്, ദേശീയ പണിമുടക്ക് 12-ാം തീയതി. അത് ദൈവം അറിഞ്ഞു തന്നതാ. കുറെ ദിവസമായി, ഒരാഴ്ചയായിട്ട് ഉറക്കൂല്ല ഊണും ഇല്ലാണ്ട് കിടന്ന ഇതിന്റെ പിന്നാലെ കിടന്ന അലയുണ്ട്. അപ്പോൾ ഒരു ദിവസം റെസ്റ്റ് എടുത്തോട്ടെന്ന് വെച്ചിട്ട് നാളെ പണിമുടക്കാണ്. അപ്പൊ നാളെ ഞങ്ങൾ വരില്ല, മറ്റന്നാ കാണാം. അതെ, ബൈ.